ഇടുക്കിയിൽ ഇസ്രായേൽ ടെക്നോളജിയിൽ ഒരുക്കിയ ജലസേചന പദ്ധതി ഉപയോഗശൂന്യമായി. കരുണാപുരം, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലായാണ് പദ്ധതി തയ്യാറാക്കിയത്. കടുത്ത വരൾച്ച നേരിടുന്ന തമിഴ്നാട് അതിർത്തി മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മഴക്കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും മണ്ണ് സംരക്ഷിക്കുന്നതിനുമായി പദ്ധതി തയ്യാറാക്കിയത്. 2021-22 കാലഘട്ടത്തിൽ 3 കോടിയോളം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത്. തടയണകൾ, വാട്ടർ ഷെഡുകൾ, കുഴൽക്കിണർ റീചാർജിംഗ്, കിണർ റീചാർജിംഗ്, കല്ല് കയ്യാലകൾ തുടങ്ങി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടന്നു. ഇസ്രായേൽ ടെക്നോളജിയിൽ നിർമ്മിച്ച ഷീറ്റ് ഉപയോഗിച്ചായിരുന്നു മൺചിറകളും വാട്ടർ ഷെഡുകളും നിർമ്മിച്ചത്. കരുണാപുരം കട്ടേക്കാനത്ത് 3 കർഷകർ സൗജന്യമായി വിട്ടുകൊടുത്ത ഭൂമിയിലാണ് 15 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന തടയണ നിർമ്മിച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ തടയണയിൽ വിള്ളലുകൾ വീണു. ആവശ്യമായ വെള്ളം നിലവിൽ ഇവിടെ ശേഖരിക്കാനാവുന്നില്ല. വിവിധ വാർഡുകളിലായി നിർമ്മിച്ച വാട്ടർ ഷെഡുകൾ എല്ലാം തന്നെ ഉപയോഗശൂന്യമാണ്. ഇവയിലും വെള്ളം ശേഖരിക്കാനാവുന്നില്ല. 7 സെന്റ് സ്ഥലം നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് 4 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് പറഞ്ഞിരുന്നത്. അപ്പം കുളം ഉണ്ടാക്കി നമുക്ക് പറമ്പ് നമ്മൾ കൊടുത്തപ്പോൾ അവിടെ കുളമെല്ലാം റെഡിയാക്കി. പക്ഷേ അത് ഉണ്ടാക്കിയതിനകത്ത് ഡിഫക്റ്റ്, അതിനകത്ത് ഉണ്ടായ നിർമ്മാണത്തിനുണ്ടായ അപാകത മൂലം അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല. പുള്ളി വെള്ളം ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേനും വെള്ളം നിറഞ്ഞാലും അത് വറ്റിപ്പോവുക. യാതൊരു പ്രയോജനമില്ല. എൻ്റെ പറമ്പ് അത്രയും സ്ഥലം പോയതല്ലാതെ യാതൊരു ഇല്ല. അതിനകത്ത് ശരിക്കും ക്രമക്കേടുണ്ടായിരുന്നെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് അന്ന് അറിഞ്ഞിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ അവിടെ അത് നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഉള്ള ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് വളരെ മോശമായ രീതിയിൽ പണിതതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ടെക്നോളജിയിൽ ഒരുക്കുന്ന പദ്ധതി ഫലപ്രദമാകുമോ എന്നത് ഉറപ്പുവരുത്താൻ മുൻകൂട്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണം നടത്തിയതുമില്ല. പദ്ധതിയുടെ പിന്നിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായും ആരോപണമുണ്ട്. മണ്ണ് സംരക്ഷണ വകുപ്പ് 2020-21 വർഷത്തിൽ കൃഷി വകുപ്പിൻ്റെ ഏകദേശം 3 കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മുടെ കരുണാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന മേഖലയും അതോടൊപ്പം നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മേഖലയിലും വലിയ ഒരു പദ്ധതി മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായി ചെക്ക് ഡാമുകൾ, വാട്ടർ ഷെഡുകൾ, കുഴൽക്കിണർ റീചാർജ്, കിണർ റീചാർജ് അടക്കമുള്ള വലിയൊരു പദ്ധതി നടപ്പിലാക്കി. അത് ഒരു ആ വർക്ക് ചെയ്തത് ഒരു കൊട്ടേഷനിലൂടെ പോകാതെ ഒരു കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന ഒരു കോൺട്രാക്ടറെയാണ് അന്ന് ഈ ജോലി ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എങ്കിൽ അത് പൂർണ്ണമായും പരാജയപ്പെടുകയും ചെറുകിട കർഷകർക്ക് ജലം ശേഖരിച്ച് വെച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ സാധ്യമാകുന്ന രീതിയിലൊരു പദ്ധതി ആയിരുന്നുവെങ്കിൽ അതിനെ പൂർണ്ണമായും അട്ടിമറിക്കപ്പെടുകയാണ്. രാഷ്ട്രീയ തലത്തിലുള്ള ആളുകൾ അതിനെ അട്ടിമറിച്ച് കളയുകയും അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കൃത്യമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും മഴക്കുറവ് ലഭിക്കുന്ന അതിർത്തി മേഖലയിലെ കർഷകർക്ക് വലിയ പ്രതീക്ഷയേകിയ പദ്ധതിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിച്ചത്. നടത്തിപ്പിലെ കെടുകാര്യസ്ഥത സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും ഇതും കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.